ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുന്നു. ചിന്തകനുമായി ഈ കേരളത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളെ സ്പർശിച്ച വ്യക്തിത്വമായിരുന്നു എം ടി എന്ന രണ്ട് വാക്കുകൾ തന്നെ അദ്ദേഹം കേരളത്തിൽ നൽകിയ സംഭാവനകളെ ധ്വനിപ്പിക്കുന്ന വാക്കുകളാണ്. ഇത്രമാത്രം കലയും സാഹിത്യത്തെയും സാംസ്കാരിക മേഖലയും സ്നേഹിച്ച അതുല്യനായ ഒരു സാഹിത്യകാരൻ വിട പറയുമ്പോൾ നാടാകെ ദുഃഖത്തിലാണ്. അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല എന്നതാണ് വസ്തുത. സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എം ടിയുടെ നവതി ആഘോഷത്തിൽ പ്രത്യേകമായ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ തുഞ്ചൻപറമ്പിൽ നടത്തിയ വലിയൊരു സമ്മേളനം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതുല്യ കലാകാരൻ മമ്മൂട്ടി അടക്കം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കഴിഞ്ഞു. അതുകൂടാതെ തന്നെ സൂര്യകൃഷ്ണമൂർത്തി മുൻകൈ എടുത്തുകൊണ്ട് സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എം ടിയുടെ ജീവിതം രേഖപ്പെടുത്തുന്ന ഒരു നാടകം അത് തയ്യാറാക്കി അദ്ദേഹത്തെ തന്നെ നേരിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും അതൊരു അംഗീകാരം അദ്ദേഹത്തിന് നൽകാനും ഗവൺമെൻറ്റിനും വകുപ്പിനും കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും ഇവിടെ ചൊല്ലുന്ന നമ്മളെ വിട്ടുപിരിയുന്ന ഈ മഹാനായ സാഹിത്യകാരന് കലാകാരന് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ആദരാഞ്ജലികളും അനുശോചനവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി എൻ്റെ പ്രതിനിധി എന്ന നിലയിൽ പങ്കുചേരുന്നു. ചെറിയ വാക്കുകൾ അവസാനിക്കും. തീർച്ചയായിട്ടും എം ഡിയുടെ ഓർമ്മകൾ നിലനിർത്തേണ്ടതും പുതിയ തലമുറയ്ക്ക് എം ഡി എന്തായിരുന്നു എന്ന് പഠിപ്പിക്കേണ്ടതിൻ്റെതായ ഉത്തരവാദിത്വം അത് പാലിക്കപ്പെടേണ്ടതാണ്. സാംസ്കാരിക വകുപ്പ് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സംബന്ധിച്ചൊരു ധാരണയുണ്ടാക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ടവരെ ആലോചിച്ച് ഏറ്റവും വേഗത്തിൽ എം ഡിയുടെ നാമധേയം കേരളം എന്ന് ഓർക്കത്തക്ക നിലയിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവും. അതിനുവേണ്ടിയുള്ളൊരു നടപടി ഞങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്താണെന്നുള്ളത് കൂടിയാലോചിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഏറ്റവും വേഗം അത് ഉണ്ടാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ എം ടിയെ അനുസ്മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിൽ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു സജി ചെറിയാൻ. ഹാഷ്മി താജ് ഇബ്രാഹിം തുടരുന്നുണ്ട് ഇപ്പോൾ എം ടിയുടെ വസതിയിൽ നിന്നും. ഹാഷ്മി, അപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടി അവിടെ എത്തി ഇപ്പോൾ മടങ്ങുന്നു. അങ്ങനെ സാംസ്കാരിക കേരളത്തിന്റെ പരിച്ഛേദം എം ടിയുടെ വസതിയിൽ. ഉറപ്പായും സാംസ്കാരിക ദേശീയത്തിന്റെ പരിച്ഛേദം ഇതിനോടകം തന്നെ ഇന്ത്യയുടെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ ആ കൊട്ടാരം റോഡിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ആളുകൾ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഉന്മേഷ്, അതിങ്ങനെ ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ എമ്മുകുന്ദൻ പറയുകയായിരുന്നു നമ്മളോട്. എമ്മുകുന്ദൻ പറഞ്ഞത് സാധാരണഗതിയിൽ എം ഡി ആളുകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ആഗ്രഹിച്ച ആളാണ്. ആൾക്കൂട്ടങ്ങളിൽ നിന്ന് ഒഴിവായി ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ച ആളാണ്. അങ്ങനെ ആൾക്കൂട്ടങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സാധാരണഗതിയിൽ അത് മനസ്സിലാക്കാത്ത ജനത ബഹിഷ്കരിക്കലോ തിരസ്കരിക്കലോ ആണ് പതിവ്. ഇവിടെ ഉണ്ടാവുന്നത് അങ്ങനെയല്ല. എത്രമാത്രം ആൾക്കൂട്ടത്തിൽ നകലാൻ എം ഡി ശ്രമിച്ചോ അത്രമാത്രം ആൾക്കൂട്ടം അദ്ദേഹത്തിലേക്ക് സ്നേഹത്തോടുകൂടി പൊതിയുന്ന കാഴ്ച നമ്മൾ ഈ മണിക്കൂറുകൾ നമ്മൾ കാണുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ ഓരോ മനുഷ്യർ പറയുന്ന എം ഡിയെക്കുറിച്ചുള്ള അവരവരുടെ വ്യക്തിയനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്, വിസ്മയിക്കുകയാണ്. എം ഡി ഇതുപോലൊരു മനുഷ്യൻ ഇത്രത്തോളം ഇടപെടലുകളിൽ ഇത്രത്തോളം ക്രിയാത്മക ബാഹുല്യതയാർന്ന എഴുത്തുകൾ നിറച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ പക്ഷേ വരും കാലത്തോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല. അത് എണ്ണം പറഞ്ഞ നോവലുകൾ, എണ്ണം പറഞ്ഞ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ കൈകൾ പ്രവർത്തിച്ച മലയാള സിനിമയിലെ നാഴികക്കല്ലുകൾ, വഴിക്കല്ലുകൾ എന്നൊക്കെ പറയാവുന്ന 50ഓളം സിനിമകൾ, അങ്ങനെ കലയുടെ, അങ്ങനെ എഴുത്തിൻ്റെ, ഫിക്ഷൻ്റെ നാനാ മേഖലകളിലും ഏതാണ്ട് ഒരുപോലെ കൈവക്കുകയും ആ മേഖലകളിലൊക്കെ ഒരുപോലെ വിജയക്കൊടി വെന്നിക്കൊടി പാറിക്കുകയും ചെയ്ത ഒരു ഗ്രാൻഡ് നറേറ്റീവ്, ഒരു ബൃഹദാഖ്യാനം. നേരത്തെ ആരോ പറയുന്നത് കേട്ടു, ഒരുപക്ഷെ വരും കാലം എം ഡി ഏത് കള്ളിയിൽപ്പെടുത്തുമെന്നറിയില്ല. അത് നോവലിൻ്റെ കള്ളിയിലാണോ, അത് കഥയുടെ കള്ളിയിലാണോ, തിരക്കഥയുടെ കള്ളിയിലാണോ, ലേഖനങ്ങളുടെ കള്ളിയിലാണോ, അങ്ങനെയല്ല. ഇത്തരത്തിൽ ഈ ഗ്രാൻഡ് നറേറ്റീവുകൾ അല്ലെങ്കിൽ ഇതിഹാസതുല്യ ജീവിതങ്ങൾ ഒരു കള്ളിയിലും പെടാത്തവരാണ്. അത്തരത്തിൽ ഇതിഹാസതുല്യ ജീവിതങ്ങൾ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമാണ്. അതുപോലൊരു ഇതിഹാസതുല്യ ജീവിതം പുരാണങ്ങളെ വ്യാഖ്യാനിച്ചു. രണ്ടാമൂഴത്തെ പറ്റിയൊക്കെ ഓരോരുത്തർ പറയുന്ന വാദോരാതെ സംസാരിക്കുന്നുണ്ട്. ചിലർ ആവേശഭരിതരായി അതിനെപ്പറ്റിയൊക്കെ മണിക്കൂറുകൾ നമ്മളോട് സംസാരിക്കുന്ന കാഴ്ചയും ഏറ്റവും ഒടുവിൽ അതിൻ്റെ സൃഷ്ടാവ് ഇനി ഈ ഭൗതിക സാന്നിധ്യമായി ലോകത്തിലോ തിരിച്ചോ അവിടെ കണ്ണു നിറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ പല ആവർത്തി പലകുറി കാണുന്നുണ്ട്. ആ കണ്ണുനീര്, ആ വിതുമ്പൽ,
വെമ്പൽ. ഓർക്കണം ഉന്മേഷ്, 91 വയസ്സിൽ ഒരു മനുഷ്യൻ മരിക്കുന്നതാണ്. അത് കേവലം ഒരു മനുഷ്യനല്ല, എഴുതാനുള്ളതൊക്കെ എഴുതി ആ എഴുത്തിനൊക്കെ പരമാവധി വായനക്കാരിലേക്ക് എത്തി. അതിൻ്റെ പതിപ്പുകൾ പല മടങ്ങായി പലയാവർത്തി വിറ്റുപോയി. അങ്ങനെ ഒരു സാർത്ഥകമായ ജീവിതം, ഒരു സാർത്ഥകമായ ഏറ്റവും ഗംഭീരമായ സഫലമായ ജീവിതം പൂർത്തിയാക്കി. 91 വയസ്സെന്ന് പറയുന്നത് അതൊരു ദീർഘായുസാണ്. ഒരു മനുഷ്യായുസ് പൂർത്തിയാക്കി 1000 പൂർണ്ണേന്ദ്രന്മാരെ കണ്ടു മടങ്ങുന്ന സ്വാഭാവിക മരണമാണ്. ഓർത്തു നോക്കണം, ആ സ്വാഭാവിക മരണത്തിൽ നമ്മൾ ഇത്രത്തോളം വേദനിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, എം ഡി മരിക്കേണ്ടായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എം ഡി നമുക്ക് ആരായിരുന്നു എന്ന് ഈ ദിവസത്തെ എം ഡിയുടെ ഈ സിത്താരയ്ക്ക് മുന്നിലെ ഈ ജനാവലിയും ഈ സിത്താരയ്ക്ക് മുന്നിലെ ആ ജനാവലി നമ്മളോട് പറയുന്ന എം ഡി ഓർമ്മകളും കേട്ടാൽ തന്നെ മനസ്സിലാകും. എന്തായാലും ഇത് 4 മണിയോടുകൂടി തന്നെ ഇത് പൂർത്തിയാക്കി. അല്ലെങ്കിൽ പൊതുദർശനം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം എം ഡി പൊതുദർശനം വേണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതൊരു പക്ഷത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എം ഡി ഇന്ന് അവസാനമായി വിശ്രമിക്കുകയാണ്. ആ വിശ്രമത്തിൽ അദ്ദേഹത്തെ കാണാൻ എത്തുന്നു എന്ന നിലയ്ക്ക് നമുക്ക് വേണമെന്നല്ല അതിനെ കാണാം. പക്ഷേ ആ വിശ്രമം അവസാനത്തെ വിശ്രമമാണ്. ഇനി ഈ സിത്താരയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ വീട്ടിലേക്ക് എം ഡി ഇല്ല. എന്തായാലും പിന്നെയും ആവർത്തിച്ച് ഉറപ്പിക്കേണ്ട ഒരു കാര്യം, നേരത്തെ മന്ത്രി സജി ചെറിയാൻ പറയുന്നുണ്ടായിരുന്നു എം ഡിയെ പഠിപ്പിക്കാനുള്ള പദ്ധതികൾ എന്താണെന്ന് സർക്കാർ ആലോചിക്കുമെന്നുള്ള കാര്യം. ആ പദ്ധതി ഉണ്ടാവും, നല്ല കാര്യമാണ്. പക്ഷേ ആ പദ്ധതി ഉണ്ടായാലും ഇല്ലെങ്കിലും എം ഡി എന്ന രണ്ടക്ഷരം, അതിൻ്റെ ആഴം, അതിൻ്റെ വല്ലാത്ത ആഴം, അതിൻ്റെ വല്ലാത്ത ഉയരം, അതിൻ്റെ വല്ലാത്ത അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ ഉന്മേഷ്. അത് അദ്ദേഹത്തിൻ്റെ ഈ പുതിയ പുസ്തകങ്ങൾ പുതിയ തലമുറ തേടിപ്പിടിച്ച് വായിക്കുന്നുണ്ട്. നാലുകെട്ടൊക്കെ നമ്മൾ വിചാരിച്ചു ഏതോ കാലത്തെ നോവലാണ് എന്ന് നമ്മൾ വിചാരിച്ചു. അത് ഏതോ കാലത്തുണ്ടായ മരുമക്കത്തായത്തിൻ്റെ തകർച്ച, ഏതോ കാലത്തുണ്ടായ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച, അത് ഒരു കാലത്തിന് നോവലെന്ന് കരുതിയെങ്കിൽ ഏറ്റവും ഒടുവിലെ 2000-ത്തിന് ശേഷമുള്ള കുട്ടികൾ പോലും അത് തേടിപ്പിടിച്ച്, നാലുകെട്ടൊക്കെ തേടിപ്പിടിച്ച് വായിക്കുകയാണ്, രണ്ടാം ഊഴമൊക്കെ തേടിപ്പിടിച്ച് വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ, ഷെർലക്കടക്കം വരുന്ന ചെറുകഥകൾ തേടിപ്പിടിച്ച് വായിക്കുകയാണ്. അതുകൊണ്ട് എം ടി എന്ന രണ്ടക്ഷരം കേവലം 2 ഇംഗ്ലീഷ് അക്ഷരങ്ങളാണെങ്കിലും അത് മലയാളത്തിൻ്റെ പര്യായമാണ്. അതിൻ്റെ ആഴം, അതിൻ്റെ വല്ലാത്ത ഉയരം നമ്മൾ തിരിച്ചറിയുന്നു. എം ഡി നമ്മൾ കരുതിയതിനേക്കാൾ വലിയ വിസ്മയമാണ്, വിസ്മയങ്ങളുടെ ഒരു മഹാസമുദ്രമാണ് എന്ന് ഈ നട്ടുച്ച വെയിൽ പോലും ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഹൃദയം വിങ്ങുന്ന വേദനയോടെ എത്തുന്ന ഈ നൂറുകണക്കിന് സാധാരണ മനുഷ്യർ തെളിയിക്കുന്നുണ്ട് ഉന്മേഷ്. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നടൻ ഹരീഷ്, അദ്ദേഹം ഇപ്പോൾ എം ഡിക്ക് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. അങ്ങനെ കോഴിക്കോട് നിന്ന് ഭയങ്കര ഒരു സിനിമയ്ക്ക് തന്നെ ഭയങ്കര ഒരു നഷ്ടം ആണ്.